ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കളിക്കാട്ടോ. ഓക്കേ ചേച്ചി. കം ഓൺ ലെറ്റ്സ് ഗോ. ഒരു രക്ഷയില്ല. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നല്ലേ? പറയാനുണ്ടോ? പ്രത്യേകിച്ചും ആ 65 വേറെ ലെവലായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ചേച്ചി. എന്ത് സോഫ്റ്റ് ആയിരുന്നറിയോ? എടി മാളു, നിനക്ക് ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായേ? എനിക്ക് ഫുഡൊക്കെ ഇഷ്ടമായിരുന്നു. എന്നിരുന്നാലും ജ്യൂസ് അത് കിടുവായിരുന്നറിയോ? പ്രത്യേകിച്ചും പൈനാപ്പിൾ ജ്യൂസ് വേറെ 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 ലെവലായിരുന്നു. എടി സീതേ, എന്താ അമ്മേ? എനിക്ക് ഈ ഹോട്ടൽ ഫുഡൊന്നും അത്ര ചേരുന്നില്ല. അതുകൊണ്ട് നീ എനിക്ക് മാത്രമായിട്ട് കുറച്ച് അല്പം എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ കേട്ടോ. ശരി അമ്മേ. അല്ല, രാത്രിത്തേക്ക് എന്താ അമ്മയ്ക്ക് ഉണ്ടാക്കണ്ടേ? രാത്രിത്തേക്ക് എനിക്കിപ്പോ കഴിച്ചു തന്നെ വയറിന് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ലേശം കഞ്ഞിയും പയറുണ്ടാക്കിയാണ്ടേ അത് മതി എനിക്ക്. ശരി അമ്മേ. ചന്ദ്രേട്ടൻ വന്നു കഴിഞ്ഞാൽ കഞ്ഞിക്കുള്ള അരിയും പയറൊക്കെ മേടിക്കാൻ പറയാം. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ പറയണ്ടേ. കുട്ടിക്ക് ജ്യൂസ് ഒന്നും ഇല്ലാണ്ട് പറ്റത്തില്ലേ? രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജ്യൂസ് മസ്റ്റാ. അതുകൊണ്ട് അവക്ക് ജ്യൂസ് അടിക്കാനേ ലേശം ഫ്രൂട്ട്സും പാടി പറഞ്ഞേര് കേട്ടാ. ശരി അമ്മേ. അല്ല, ഇങ്ങനെയാണെങ്കിൽ അമ്മനെ ടൂറിന് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ തന്നെ നിർത്തിയാൽ പോരായിരുന്നോ? അതന്നെ, വീട്ടിലുള്ളപ്പോ മാത്രം പണിയെടുപ്പിക്കുന്നെന്ന് വെച്ചാ ഇവിടെ വന്നിട്ട് ഈ അച്ഛമ്മ ഇങ്ങനെ തന്നെ. അത് വേറൊന്നും കൊണ്ടല്ലേ. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാലേ അച്ഛമ്മയ്ക്ക് ഒരു സമാധാനം കാണത്തില്ല. അതാ. ഇവിടെ വന്നതേ എൻജോയ് ചെയ്യാനാ, അല്ലാണ്ട് പണിയെടുക്കാനല്ല. അതുകൊണ്ട് ഇവിടെയുള്ള 3 ദിവസവും അമ്മ അടിച്ചു പൊളിക്കണം. മക്കളെ, എല്ലാരും കുറച്ചേരം പോയി റെസ്റ്റ് എടുത്തോളേ. അമ്മേ, അതൊക്കെ ഞങ്ങൾ വേണ്ട പോലെ റെസ്റ്റ് എടുത്തിട്ടുണ്ടമ്മേ. അമ്മ പറഞ്ഞ പോലെ ഫുഡും കഴിച്ചു റെസ്റ്റ് എടുത്തു. ഇനി ഞങ്ങൾ കുറച്ചേരം പോയി സ്വിമ്മിംഗ് പൂളിൽ കളിച്ചോട്ടെ അമ്മേ, പ്ലീസ്. അതന്നെ അമ്മേ, എത്ര നേരമായി ഞങ്ങൾ അങ്ങനെ കെട്ടിയിടാൻ തുടങ്ങിയിട്ട്. ഞങ്ങളൊന്ന് പോയി കളിച്ചോട്ടെ അമ്മേ, പ്ലീസ് 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 അമ്മേ. എന്റെ പൊന്നമ്മയല്ലേ. എന്നാ പോയിക്കോളി. അമ്മ നമുക്ക് മാറാനുള്ള തുണിയായിട്ട് കുറച്ച് അങ്ങോട്ട് വരണ്ടേ. പിന്നെ തല ഒന്നും നനയ്ക്കണ്ട കേട്ടോ. തല നനച്ച് കുറെ നേരം നിന്ന് കഴിഞ്ഞാലേ ജലദോഷം പനിയങ്ങനെ പിടിക്കും കേട്ടല്ലോ. ഓക്കേ അമ്മേ. അല്ല, 4 എണ്ണം കൂടി എങ്ങോട്ടാ? സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ പോവാ അച്ഛമ്മേ. അച്ഛമ്മയും വരുന്നോ? പിന്നെ ഞാനൊന്നുമില്ല. ഈ വയസ്സാം കാലത്ത് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയല്ലേ. കളിക്കണതൊക്കെ കൊള്ളാം. വല്ല ജലദോഷം പനിയും പിടിച്ചാലേ തന്നെത്താനം അനുഭവിച്ചാൽ മതി കേട്ടാ. എന്റെ മോന്റെ കയ്യിലെ കാശൊന്നുമില്ല ഇതിനൊക്കെ അങ്ങ് ഒഴുക്കി കളയാൻ വേണ്ടി. തുടങ്ങി. ചെല്ല മക്കളെ, നിങ്ങളല്ലേ എനിക്ക് പോവാൻ പറഞ്ഞേ? ഞങ്ങൾ പോണേ. 5 minutes later. അമ്മേ, അമ്മയും അമ്മേ, നല്ല രസമുണ്ടെന്നേ. പിന്നെ ഒന്ന് പോയേടി. ഞാനൊന്നുമില്ല, നിങ്ങൾ കളിച്ചോ. പച്ച കള്ളി, ചുമ്മാ പറയില്ലേ. മാറ്റാനുള്ള സാരി കൊണ്ടുവന്നല്ലോ. പിന്നെ ഒന്ന് പോയേടി. ഇതേ അമ്മന്റെ സാരിയല്ല, നിങ്ങൾ അച്ഛമ്മന്റെ സാരിയാ. അച്ഛമ്മന്റെ ഡ്രസ്സൊക്കെ അടുക്കി പറക്കി വെക്കുവായിരുന്നു. അമ്മേ, അമ്മയും വാ അമ്മേ, നല്ല രസമുണ്ടെന്നേ. വാ അമ്മേ, പ്ലീസ്. അതന്നെ അമ്മേ, അമ്മയും കൂടി വാന്നേ, പ്ലീസ്. ഇവിടെ വന്നത് അടിച്ചു പൊളിക്കാനല്ലേ. അപ്പൊ പിന്നെ അടിച്ചു പൊളിക്കണ്ട അമ്മേ. നിങ്ങൾ അടിച്ചു പൊളിക്കുന്നില്ലേ? അത് കാണുമ്പോ തന്നെ അമ്മയ്ക്ക് സന്തോഷാ. അത് മതി അമ്മയ്ക്ക്. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛമ്മ മോളത്തെ റൂമിൽ കിടന്നുറങ്ങുവാ. അച്ഛമ്മ ഉറങ്ങി എണീക്കുന്ന മുന്നേ ഈ വെള്ളത്തിലുള്ള കളിയൊക്കെ മതിയാക്കിയിട്ട് അകത്ത് കയറി പോയിക്കോണ്ടി. പിന്നെ അച്ഛമ്മന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട. അതിനെ ഇപ്പൊ എണീച്ചാലല്ലേ ഇപ്പോഴൊന്നും എണീക്കത്തില്ല അമ്മേ. ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണത്തിലെ നല്ല അന്തം വിട്ട് ഉറങ്ങിയിരിക്കുന്നേ. അതന്നെ, വായും പൊളിച്ച് കൂർക്കു വലിച്ച് ഉറങ്ങുന്നുണ്ടാവും. അതൊക്കെ പറഞ്ഞോ, അച്ഛമ്മന്റെ ചെവിലെങ്ങാനും വീണ്ട. അല്ലമ്മേ, ഏട്ടനും അച്ഛനും എവിടെ പോയതാ? കൊറേ നേരമായില്ല പോയിട്ട്. അത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ